നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓശാന പെരുന്നാൾ ആശംസകൾ. ഞാൻ സ്മിത. പ്രധാന വാർത്തകൾ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ വിശുദ്ധ മാർ അബിമലെക് തിമത്തിയോസ് തിരുമേനിയുടെ 80-ാം ഓർമ്മ തിരുനാളും ഇന്ത്യയിലെ ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനവും ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ. കൽദായ കൺവെൻഷൻ ആരംഭിച്ചു. വലിയ നോമ്പിനോടനുബന്ധിച്ച് സഭയിലെ വിവിധ ഇടവകകളിൽ സുവിശേഷ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. സഭയിലെ വിവിധ ഇടവകകളിൽ 2025-28 വർഷത്തേക്കുള്ള ഭരണസമിതി ചുമതലയേറ്റു. വാർത്തകൾ വിശദമായി. 2025 ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ മാർ അബിമലെക് തിമത്തിയോസ് തിരുമേനിയുടെ 80-ാം ഓർമ്മ തിരുനാളും ഇന്ത്യയിൽ കാലം ചെയ്ത തൃശൂരിൽ കബറടക്കിയ സഭാപിതാക്കന്മാരായ മാർ ഔദീശോ മെത്രാപ്പൊലീത്ത, മാർ തോമ ധർമ്മോ മെത്രാപ്പൊലീത്ത, മാർ തിമത്തിയോസ് രണ്ടാമൻ മെത്രാപ്പൊലീത്ത, ഡോക്ടർ പൗലോസ് മാർ പൗലോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 6 ഞായറാഴ്ച വൈകിട്ട് 4:30 മാർത്തമറിയം വലിയ പള്ളി കത്തീഡ്രൽ അങ്കണത്തിലെ കേന്ദ്ര മന്ദിരത്തിൽ അഭിവന്ദ്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. തുടർന്ന് സമൂഹ സദ്യ, പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. ക്ലർജി സെക്രട്ടറി ഫാദർ KR ഇനാഷു, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി, ജനറൽ കൺവീനർ രാജൻ ജോസ് മണ്ണുത്തി, വൈസ് ചെയർമാൻ ഗിഫ്റ്റൺ K ജോസഫ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ജോഫിൻ ജോൺ ഒല്ലുകാരൻ, മീറ്റി ടോൾഫി, പോൾ അബിമലെക്, വില്യംസ് പറപ്പള്ളി, വിനോദ് നെൽസൺ, തോമസ് കൂള, CV ജോബി, മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, മുൻ ട്രസ്റ്റി ബോർഡ് അംഗം ലാലി റാഫേൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ 34-ാമത് കൽദായ കൺവെൻഷൻ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംധാന പള്ളിയിൽ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഫാദർ നിജിൽ ജേക്കബ് വർഗീസ് സുവിശേഷ ദൂത് പങ്കുവച്ചു. ഫാദർ റോണോ വർഗീസ്, ഫാദർ ജാക്സ് ചാണ്ടി, ഫാദർ സിൻഡോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഓശാന ഞായറാഴ്ചയോടെ സമാപിക്കും. വലിയ നോമ്പിനോടനുബന്ധിച്ച് സഭയിലെ വിവിധ ഇടവകകളിൽ സുവിശേഷ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളി യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2025 മാർച്ച് 28, 29, 30 എന്നീ തീയതികളിൽ സുവിശേഷ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 28-ന് റവറൻ പ്രദീപ് ജോർജ്, സെന്റ് പോൾ CSI ചർച്ച് അഞ്ചേരി, 29-ന് റവറൻ വിനോദ് മാത്യു, ഷാലോം മാർത്തോമ ചർച്ച് നെല്ലിക്കുന്ന്, 30-ന് റവറൻ അബിൻ ബാബു, സെന്റ് തോമസ് ചർച്ച് കോയമ്പത്തൂർ എന്നിവർ വചന സന്ദേശം നൽകി. വലിയ നോമ്പിനോടനുബന്ധിച്ച് നടത്തറ മാർ നർസൈ പള്ളി യൂത്ത് അസോസിയേഷന്റെയും വുമൺ യൂത്ത് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാംലെ മാറൻ എന്ന പേരിൽ സുവിശേഷ കൺവെൻഷൻ ആരംഭിച്ചു. ഏപ്രിൽ 6 തീയതി വൈകിട്ട് 6:30 ഗാന ശുശ്രൂഷയിലൂടെ ആരംഭിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം സെൻട്രൽ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റും നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളി വികാരിയുമായ റവറൻ ഫാദർ ജാക്സ് ചാണ്ടിയച്ചൻ നിർവഹിച്ചു. തുടർന്ന് വചന പ്രഘോഷകനായി എത്തിച്ചേർന്നത് രാമോർമ്മപുരത്തുള്ള നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിന്റെ മുൻ ഡയറക്ടറും നിലവിലെ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരിയുമായ റവറൻ ഫാദർ ജോജു പനക്കലാണ്. വൈകിട്ട് 8:45 കൺവെൻഷൻ സമാപിച്ചു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളി ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 4, 5, 6 തീയതികളിൽ നടത്തി. റവറൻ ഫാദർ സിറിൽ ആന്റണിയുടെ അധ്യക്ഷതയിൽ ഏപ്രിൽ 4-ന് വൈകിട്ട് 7 മണിക്ക് അഭിവന്ദ്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റവറൻ ഫാദർ സുബിൻ മാത്യു അടൂർ വചന പ്രഘോഷണം നടത്തി. ഏപ്രിൽ 5-ന് വൈകിട്ട് 7 മണിക്ക് റവറൻ ഫാദർ ഫിലിപ്പ് കുര്യൻ വടകുകോട് വചന പ്രഘോഷണം നടത്തി. ഏപ്രിൽ 6-ന് ഉമ്മൻ ജോൺ വചന പ്രഘോഷണം നടത്തി. മാർ എസ്തപ്പാനോസ് സഹദ പള്ളി നല്ലങ്കര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ സോമേ റബ്ബോ കാലഘട്ടത്തിൽ നടത്തിവരാറുള്ള നല്ലങ്കര സുവിശേഷ കൺവെൻഷൻ ഏപ്രിൽ 4, 5, 6 എന്നീ തീയതികളിലായി പള്ളി അങ്കണത്തിൽ നടന്നു. 4-ാം തീയതി വൈകുന്നേരം 6:30 വികാരി ഫാദർ ഡോക്ടർ മൈക്കിൾ P വള്ളവന്തറ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജിസ്മോൻ ഡേവിസ് സ്വാഗതം പറഞ്ഞു. എല്ലാ ദിവസവും ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച സുവിശേഷ കൺവെൻഷനിൽ ആദ്യ ദിനം 4-ാം തീയതി ജോജു ചൊവ്വലൂർ കശിഷയും 5-ാം തീയതി തിമത്തിയോസ് ജോയ് കശിഷയും അവസാന ദിവസമായ 6-ാം തീയതി ഡോക്ടർ വിൻസെന്റ് ആലപ്പാട് കശിഷയും വചനദൂത് പങ്കുവച്ചു. ട്രഷറർ മിഥുൻ K വിൽസൺ നന്ദി പറഞ്ഞു. സഹവികാരി MD അബി കശിഷ ആശീർവാദവും ചെയ്തു. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും യൂത്ത് അസോസിയേഷൻ അംഗങ്ങളും നേതൃത്വം നൽകി.
സഭയിലെ വിവിധ ഇടവകകളിൽ 2025-28 വർഷത്തേക്കുള്ള ഭരണസമിതി ചുമതലയേറ്റു. 2025-28 കാലഘട്ടത്തിലേക്കുള്ള വലിയ പള്ളിയിലെ കൈക്കാരന്മാർ 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചൊല്ലുകയും അതിലൊപ്പുവെക്കുകയും ചെയ്തു. വിശുദ്ധ മദ്ബഹയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയോടുകൂടി താക്കോലുകൾ ഏറ്റെടുത്തു. സഭാ കൗൺസിൽ അംഗങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചാർജ് ഏറ്റെടുത്തു. 2022-25 കാലഘട്ടത്തിലെ മാർത്തമറിയം വലിയ പള്ളിയിലെ കൈക്കാരന്മാർ സഭാ കൗൺസിൽ അംഗങ്ങൾക്കും വികാരി KR ഇനാശു കശീശ ഈ കാലഘട്ടത്തിൽ ഇടവകൾക്ക് ചെയ്ത സേവനത്തെ അനുമോദിക്കുകയും മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി ഇടവകയിലെ 2025-28 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാരായ MR തിമോത്തി, വർഗീസ് തേക്കാനത്ത് എന്നിവർ 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ മദ്ബഹയ്ക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് വികാരി റവറൻ ബിനോയ് നിരപ്പത്ത്, പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങളായ MR പ്രിൻസ്, ജൻസൺ ജോസ്, ടോജോ തിമത്തി എന്നിവർ സന്നിഹിതരായിരുന്നു. തദവസരത്തിൽ ഇടവകയിലെ ഭക്തസംഘടനകളായ മേസ് യൂത്ത്സ്, വുമൺ യൂത്ത്സ് എന്നീ സംഘടനകളുടെ അധികാര കൈമാറ്റവും നടന്നു. മാറോഗീൻ തൂവാന പള്ളി ഇടവക 2025-28 കാലഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൈക്കാരന്മാരായ കുണ്ടുകുളങ്ങര സേവ്യർ, കോട്ടയത്തുകാരൻ ജോയ്, സഭാ കൗൺസിൽ അംഗങ്ങളായ ഏറുങ്കാരൻ ഷിനോജ്, തോട്ടാൻ മീട്ടി എന്നിവർ കുർബാനയ്ക്ക് ശേഷം വികാരിമാരുടെയും ഇടവക ജനങ്ങളുടെയും മുൻപിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര ചുമതലയേറ്റു. എറണാകുളം സെന്റ് തോമസ് പള്ളിയിൽ 2025-28 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കൈക്കാരന്മാർ സഭാ കൗൺസിൽ അംഗങ്ങൾ 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റുവാങ്ങി. 2022-25 കാലഘട്ടത്തിൽ കൈക്കാരന്മാരായും സഭാ കൗൺസിൽ അംഗങ്ങളായും ചുമതല നിർവഹിച്ചവർക്ക് ഇടവകയുടെ പേരിൽ വികാരി ഫാദർ അബി ആന്റണി നന്ദി രേഖപ്പെടുത്തി. ചേരൂർ മാർ ഗീവർഗീസ് സൗദ പള്ളി 2025-28 കാലഘട്ടത്തിലേക്കുള്ള കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ 2025 ഏപ്രിൽ 6 കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തു. ചേലക്കോട്ടുകര മാർ അപ്രൈം പള്ളിയിൽ 2025-28 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇടവക കൈക്കാരന്മാരും സഭാ കൗൺസിൽ അംഗങ്ങളും 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റുവാങ്ങി. പുത്തൂർ മാർ ബീശോ പള്ളിയിൽ 2025-28 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇടവക കൈക്കാരന്മാരും സഭാ കൗൺസിൽ അംഗങ്ങളും 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റുവാങ്ങി. പറവട്ടാനി ഇടവകയിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ഏപ്രിൽ 6 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 2025-2028 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാർ ജോജു പി വർഗീസ്, OL വിൽസൺ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതോടെ പറവട്ടാനി മാർ അദ്ദായി സ്ലേഹ പള്ളിയിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. വികാരി റവറൻ ഫാദർ റൂണോ വർഗീസ് കശീശ അനുമോദന പ്രസംഗം നടത്തി. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അബി ജെ പൊന്മാണിശ്ശേരിക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു. ചുമതലയൊഴിയുന്ന കൈക്കാരന്മാരായ പോൾ മാത്യൂസ്, ടോണി റാഫേൽ എന്നിവർക്കും മറ്റ് പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഉപഹാരം നൽകി. അവരുടെ നിസ്വാർത്ഥ സേവനത്തിന് തക്കതായ പ്രതിഫലം കർത്താവ് നൽകട്ടെയെന്ന് ഇടവകയ്ക്കു വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വികാരി പറഞ്ഞു. സഹവികാരി റവറൻ തിമോത്തിയോസ് ജോയ് കശീശ സന്നിഹിതനായിരുന്നു. ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി, മുൻ കൈക്കാരന്മാരായ ടോണി റാഫേൽ, പോൾ മാത്യൂസ് എന്നിവർ സംസാരിച്ചു. കൈക്കാരൻ ജോജു പി വർഗീസ് നന്ദി പറഞ്ഞു. വികാരിയുടെ ആശീർവാദത്തോടെ ചടങ്ങ് സമാപിച്ചു. കുരിയച്ചിറ മാർ മാറീസ് ലേഹ പള്ളിയിൽ 2025 ഏപ്രിൽ 6 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രത്യേക ചടങ്ങിൽ 2025-28 കാലഘട്ടത്തിലേക്കുള്ള കൈക്കാരന്മാരായി മംഗലം ജോസഫ് ഡേവി, കുറ്റിക്കാടൻ പാലു മെയ്ജോ എന്നിവരും സഭാ കൗൺസിൽ അംഗങ്ങളായി ചിറ്റിലപ്പള്ളി തോമസ് ലാലു, പുള്ളുകാരൻ ലോനപ്പൻ ജോർജ്, നെല്ലങ്കര പോൾ ജോൺ, പോന്നോക്കാരൻ ചാക്കോസ് മിജോ, കോട്ടയത്തുകാരൻ റിജു ഭാര്യ ട്രീസ എന്നിവർ ചുമതലയേറ്റു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംധാന പള്ളിയിൽ 2025-2028 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരൻ ജോസ് പി ടി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. ഒപ്പം സഭാ കൗൺസിൽ അംഗങ്ങളായി രാജു ലാസർ, ജിൽസൺ ജോസ്, ജോഫിൻ ജോൺ, സിജോ ജോൺ എന്നിവരും അധികാരം ഏറ്റെടുത്തു. ഒപ്പം ട്രസ്റ്റി ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത ജോഫിൻ ജോണിനെ പാരിഷ് കൗൺസിൽ അനുമോദിച്ചു.
നെല്ലങ്കര മാർ എസ്തപ്പോന സൗദ പള്ളി ഇടവകയിലെ 2025-28 കാലഘട്ടത്തിലേക്കുള്ള കൈക്കാരന്മാരായി തിമോത്തി വടക്കനം, ജിസ്മോൻ ഡേവിസ്, സഭാ കൗൺസിൽ അംഗങ്ങളായി ജീസ് എ.ജെ, ജിൻസൺ പോൾ, വിനീഷ് കെ ലാസർ, ഹെലൻ ബാബു തുടങ്ങിയവർ ഞായറാഴ്ച അഭിവന്ദ്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ചാർജ് എടുത്തു. ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ മൈക്കിൾ വള്ളവന്ത്ര സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൈക്കാരന്മാർക്കും സഭാ കൗൺസിൽ അംഗങ്ങൾക്കും അഭിവന്ദ്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനി റോസാപ്പൂക്കൾ കൊടുത്ത് സ്നേഹാദരവ് നൽകി. ഇടവകയിലെ സഹവികാരി റവറൻ ഫാദർ MD അബി ആശംസകൾ അറിയിച്ചു. നടത്തറ മാർ നർസൈ പള്ളിയിൽ 2025-28 കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാർ വിൽസൺ PI, ജോൺസൺ TG എന്നിവർ 2025 ഏപ്രിൽ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. കുരിയച്ചിറ മാർ മാറിസ്ലിഹ ഇടവക മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2025 ഏപ്രിൽ 8 ഇടവകയിലെ രോഗികളും വൃദ്ധരുമായവർക്ക് വേണ്ടി അഭിവന്ദ്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. ഇടവക വികാരിമാരായ ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശിഷ, ഫാദർ ഫ്രാൻസിസ് ചീരമ്പൻ കശിഷ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഈ വർഷവും പതിവ് പോലെ ഓശാന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കുരുത്തോല വാഴ്ത്തൽ, 7:30 ആരംഭിക്കുന്ന ഓശാന പ്രദക്ഷിണം കിഴക്കേക്കോട്ട പള്ളിയിൽ നിന്നും ഇറങ്ങി മാർത്തമറിയം വലിയ പള്ളിയിൽ പ്രവേശിക്കുന്നു. ശേഷം 9 മണിക്ക് മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.